ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. തന്നാലും നാഥ ആത്മാവിനെ, ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ, നിത്യ സഹായകനേ. ഓ നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണമേ. അങ്ങ് നൽകുന്ന ബോധ്യങ്ങൾ സ്വീകരിച്ച് നല്ല മക്കളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കൃപകളാൽ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകുന്ന ദൈവമേ, കൂദാശകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നന്നായി സ്വീകരിക്കുവാൻ, കൂദാശകളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ നിമിഷവും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനുള്ള അനുഗ്രഹം യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂദാശകളെക്കുറിച്ചായിരുന്നു പഠിച്ചതല്ലേ. കൂദാശകളുടെ 4 കാര്യങ്ങൾ നമ്മൾ 4 പോയിന്റ്സ് മെയിനായിട്ട് പഠിച്ചു. ഏതൊക്കെയാണത്? ഈശോ ദൈവപിതാവിൻ്റെ കൂദാശ, സഭ മിശിഹായുടെ കൂദാശ, പിന്നെ ഏതാ പഠിച്ചത്? കൂദാശകൾ ദൈവിക ജീവൻ നൽകുന്ന അടയാളങ്ങൾ. അവസാനത്തെ പോയിന്റ്, കൂദാശകൾ രക്ഷാകരമായ അടയാളങ്ങൾ. ഈശോ നൽകുന്ന രക്ഷ പ്രദാനം ചെയ്യുന്ന അടയാളങ്ങളാണ് കൂദാശകൾ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ 4 പോയിന്റ് പഠിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ കൂദാശ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? കൂദാശ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. വിശുദ്ധീകരിക്കുക. വിശുദ്ധീകരിക്കുക എന്നാണ് കൂദാശ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആത്യന്തികമായി കൂദാശകളുടെ ലക്ഷ്യം ഓരോ വ്യക്തിയെയും വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂദാശകൾ നമ്മെ വിശുദ്ധീകരിക്കുന്ന ശക്തിയാണ്, ചാലകമാണ്. നമ്മൾ എങ്ങനെയാണ് കൂദാശകൾ വിശുദ്ധീകരിക്കുന്നത്? ഓരോ കൂദാശയിലൂടെയും പാപമോചനം നമുക്ക് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് കൂദാശകൾ നമ്മെ കൈപിടിച്ച് നടത്തുന്നു. അപ്പോൾ കൂദാശകളെക്കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു അതാണ്. ഓരോ കൂദാശകളും ഇനി ഓരോന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോൾ കൂദാശകൾ നമ്മെ വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളാണ്. അപ്പോൾ മാമോദീസായിലൂടെ ഒരുവൻ്റെ ജന്മപാപത്തിൻ്റെ കറ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും സ്ഥൈര്യലേപനത്തിലൂടെ എല്ലാം ദൈവത്തിൻ്റെ വിശുദ്ധി ആണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി സ്വീകരിച്ച ഓരോരുത്തരുമാണ് നാം ഓരോരുത്തരും. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വിശുദ്ധി സ്വീകരിച്ചവരാണ്. ഇപ്പോൾ സ്ഥൈര്യലേപനം വരെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടല്ലേ. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുമ്പസാരം. അപ്പോൾ ഈ 4 കൂദാശകളിലൂടെയും ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കാണ് നമ്മെ ദൈവം കൈപിടിച്ച് നടത്തുന്നത്. അപ്പം ഓരോ വ്യക്തിയുടെയും ജീവിത കാലഘട്ടങ്ങളെ ദൈവം വിശുദ്ധീകരിക്കുന്നു. ഈ കൂദാശകളിലൂടെ വിശുദ്ധീകരിക്കുന്നു. ദൈവം നൽകുന്ന കൃപാവരത്തോട് സഹകരിക്കാനുള്ള ശക്തി ദൈവം ഈ കൂദാശകളിലൂടെ ഓരോ വ്യക്തിക്കും നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്ന ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്താണ്? കൂദാശകൾ വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളാണ്. അല്ലാതെ കൂദാശകൾ ആഘോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ പൈസ ചിലവാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ചുകൂട്ടി ആഘോഷിക്കാൻ വേണ്ടിയിട്ടോ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിന് വേണ്ടിയിട്ടോ ഉള്ളതല്ല. കൂദാശകൾ ഒരുവനെ വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളാണ്. ഇനി വീണ്ടും നമ്മൾ കാണുന്നു കൂദാശകൾ കൃപാവരത്തിൻ്റെ നീർച്ചാലുകൾ. കൃപാവരം എന്താ? കൃപാവരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല അല്ലേ. നമുക്കറിയാം കൃപാവരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. ഇപ്പം ഈശോ നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ ബലിയായി തീർന്ന് നമുക്ക് രക്ഷ നൽകി. ഈ രക്ഷ നമ്മൾ സ്വീകരിക്കുന്നത് കൃപാവരം ഉള്ളപ്പോൾ മാത്രമാണ്. കൃപാവരം. അപ്പോൾ ഈ കൃപ എങ്ങനെയാണ് ഒഴുകി വരുന്നത്? കൃപ എപ്പോഴും
ദൈവം എപ്പോഴും നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ കൃപാവരം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. നമ്മൾ സഹകരിക്കുന്ന അനുസരിച്ച് ദൈവം കൃപാവരം ഇങ്ങോട്ട് നൽകിക്കൊണ്ടിരിക്കും, അല്ലേ? അതിനാണ് നമ്മൾ പറയുന്നത് നമുക്ക് റേഞ്ച് വേണമെന്ന് പറയുന്നത്. ദൈവമായിട്ട് റേഞ്ച് വേണം. ഫോണിൻ്റെ കാര്യത്തിൽ അറിയാം, ടവറുമായിട്ട് അതൊരു ബന്ധമല്ലെങ്കിൽ എന്ത് പറ്റും? റേഞ്ച് ഇല്ല എന്ന് പറയും. നമ്മൾ എന്തോരം ഇവിടുന്ന് ഹലോ ഹലോ പറഞ്ഞാലും അപ്പുറത്ത് കേൾക്കില്ല, അവിടെ നിന്ന് എന്തോരം പറഞ്ഞാലും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റൂല, അല്ലേ? റേഞ്ച് ഇല്ലെങ്കിൽ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ടവറുമായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഈ ഫോണിന് വേണം. അതിനാണ്. അപ്പോൾ ഈ ദൈവവുമായിട്ട് നമ്മൾ റേഞ്ച് ഉണ്ടാകാൻ ദൈവം നമുക്ക് നൽകുന്ന റേഞ്ച് ഓരോ നിമിഷവും കൂട്ടിക്കൂട്ടി തരുന്നതാണ് ഈ കൂദാശകളിലൂടെ. കൃപാവരം നമുക്ക് നൽകിക്കൊണ്ട്, ഈ കൃപ എങ്ങനെയാണ് ദൈവം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും. ഒരു ടാങ്കിൽ നിന്ന് നമുക്കറിയാം, ടാങ്കിൽ നിന്ന് എപ്പോഴും വെള്ളം താഴേക്ക് വന്നുകൊണ്ടിരിക്കും. ആ ടാപ്പ് നമ്മൾ തുറക്കുന്നതനുസരിച്ച് വെള്ളം നമുക്ക് കിട്ടും, അല്ലേ? ടാപ്പ് അടച്ചു വെച്ചാൽ വെള്ളം കിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, മാലിന്യങ്ങൾ കയറിയിരുന്ന് ടാപ്പ് അടഞ്ഞു പോയാലും നമുക്ക് ഈ വെള്ളം കിട്ടില്ല. അതുപോലെയാണ് ദൈവം എപ്പോഴും കൃപാവരം നമ്മിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളത് തുറക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ മാലിന്യങ്ങൾ നമ്മൾ എടുത്ത് കളയുന്നതനുസരിച്ചാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ദൈവമക്കളാകാനുള്ള ഓരോ വിളിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമക്കളാകാനുള്ള ഈ വിളിക്ക് നമ്മൾ നൽകുന്ന പ്രത്യുത്തരത്തിന് ദൈവം നൽകുന്ന ഒരു ആനുകൂല്യമാണ് ദൈവത്തിൻ്റെ കൃപാവരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം നമ്മൾ കാണുന്നത്, ദൈവത്തിൻ്റെ കൃപാവരം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് സമരിയാക്കാരി സ്ത്രീ, അല്ലേ? സമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന ജലം ഒരുവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഈ സമരിയാക്കാരിയുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ, സമരിയാക്കാരി ആരുമില്ലാത്തൊരു സമയത്ത് ഇവിടെ യാക്കോബിൻ്റെ കിണറ്റിന് കരിയിൽ വെള്ളം കോരാൻ പോയ ഒരു സ്ത്രീയാണ്. അവൾക്ക് മറ്റുള്ള യഹൂദജനത്തെ കാണുന്നത് അവർക്ക് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവിടെ ആരും ഇല്ല എന്നുള്ള ഉറപ്പുള്ളൊരു സമയത്താണ് ഇവൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇവൾ കാണുന്നത് ഈശോ അവളെ നോക്കിയിരിക്കുകയാണ്. അവളിലേക്ക് കൃപാവരം ചൊരിയുവാൻ വേണ്ടി ഈശോ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ടാണ് അവൾ ഈശോയോട് സംസാരിക്കുന്നു. അങ്ങനെ ജീവജലത്തിൻ്റെ അരുവിയെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവജലത്തിൻ്റെ നീർച്ചാലുകളെക്കുറിച്ച് അവൾ ഈശോയിൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ ഈ കൂദാശകൾ കൃപാവരത്തിൻ്റെ ചാലുകൾ നമ്മളിലേക്ക് ഒഴുകുന്നതാണ്. അപ്പം ഈ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ് കൃപാവരം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൃപാവരം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? കൂദാശകളുടെ സ്വീകരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇനി മൂന്നാമതായി നമ്മൾ പഠിക്കുന്നത് കൂദാശകളും വിശ്വാസം. വിശ്വാസവും കൂദാശയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിശ്വാസിയായ ഒരാൾ നമ്മുടെ മാമോദിസ കർമ്മം കാണുമ്പോൾ അയാൾക്കൊന്നും തോന്നില്ല, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ കർമ്മം കാണുമ്പോൾ അയാൾക്കൊന്നും തോന്നില്ല. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾക്ക് കൂദാശകളുടെ രക്ഷാദായകമായ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് കൂദാശകളായി ദൈവം നൽകുന്ന ദൈവവര പ്രസാദത്തിൻ്റെ ചാലുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവികമായ രഹസ്യങ്ങൾ ദൈവം മനുഷ്യന് വെളിപ്പെടുത്തുന്നതും ഈ കൂദാശകളിലൂടെയാണ്. അപ്പം ഈ ദൈവിക രഹസ്യങ്ങൾ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വെറുതെയുള്ള ഈ ബുദ്ധിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണു തുറന്ന് നമ്മൾ നോക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ഈ കൂദാശകളുടെ ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സൗജന്യദാനം എന്ത്? കൃപാവരം. ദൈവത്തിൻ്റെ സൗജന്യദാനവും മനുഷ്യൻ്റെ വിശ്വാസവും ഒന്നു ചേരുമ്പോഴാണ് കൂദാശകൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നത്. അല്ലെങ്കിൽ കൂദാശ അതിൽ തന്നെ പൂർണ്ണതയാണ്. സ്വീകരിക്കുന്ന വ്യക്തി അതിൻ്റെ ആ കൂദാശ സ്വീകരിക്കാനുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ സൗജന്യദാനമായ കൃപാവരവും മനുഷ്യൻ്റെ വിശ്വാസവും ഒന്നു ചേരുന്ന വേദിയാണ്. അങ്ങനെ ഇത് രണ്ടും ഒന്നു ചേരുന്ന വേദിയായിട്ടാണ് നമ്മൾ കൂദാശകളെ മനസ്സിലാക്കേണ്ടത്. വ്യക്തമായല്ലോ? ഓക്കെ. ഇനി നമ്മൾക്ക് ക്രൈസ്തവ ജീവിതത്തിൽ എന്താണ് കൂദാശകളുടെ സ്ഥാനം? നമ്മൾ പറഞ്ഞു 7 കൂദാശകളുണ്ട്, അല്ലേ? ഈ 7 കൂദാശകളും മനുഷ്യൻ്റെ വിവിധ ജീവിത കാലഘട്ടത്തിൽ അവൻ സ്വീകരിക്കുന്നതാണ്. നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ, കൈക്കുഞ്ഞായിരിക്കുമ്പോൾ സ്വീകരിക്കുന്നതാണ് എന്ത്? മാമോദിസ. മാമോദിസയിലൂടെ എന്താ സംഭവിക്കുക? മാമോദിസയിലൂടെ നമ്മുടെ ജന്മപാപത്തിൻ്റെ കറകളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൃപാവരം പ്രസാദവരം നമ്മളിലേക്ക് ചൊരിയുന്നു. അടുത്ത കൂദാശ സ്ഥൈര്യലേപനം. സ്ഥൈര്യലേപനം നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നിറച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുന്ന മക്കളായിട്ട് നമ്മളെ മാറ്റുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. മൂന്നാമതായിട്ടോ
കുർബാന, വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ഈശോ നൽകുന്ന ബലിയും വിരുന്നുമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കണ്ടു. ഇപ്പോൾ ഈ ബലിയും വിരുന്നുമായ പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും ഉപകാരമുള്ള ഇതാണ്. ഇത് തിരുപാഥേയമാണെന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് അല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഈ സ്വർഗയാത്രയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു തിരുപാഥേയമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ആത്മീയ പോഷണം നേടി നമ്മൾ വളരുന്നു. ഇനി അനുരഞ്ജന കൂദാശ, കുമ്പസാരത്തിലൂടെ എന്താ സംഭവിക്കുക? നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. നമ്മുടെ ഉള്ളിൽ മൃതമായി കിടക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ തട്ടി ഉണർത്തി വിളിച്ചുണർത്തി ജീവൻ നൽകുന്ന ഒരു പരിശുദ്ധമായ കൂദാശയാണ് പരിശുദ്ധ കുമ്പസാരം, അനുരഞ്ജന കൂദാശ എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ രോഗീലേപനം ഒരു മനുഷ്യൻ്റെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ അവൻ്റെ മൃതമായ ആ നാളുകളിലൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതാണ് രോഗീലേപനത്തിലൂടെ ഒരു മനുഷ്യൻ്റെ ആത്മീയമായ വളർച്ച അവൻ ഉറപ്പിക്കുകയാണ്. ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം മോചനം നൽകിക്കൊണ്ട് നമ്മൾ ശാരീരികമായ സൗഖ്യവും ആശ്വാസവും ലഭിക്കുന്ന കൂദാശയാണ് രോഗീലേപനം. പിന്നീടുള്ള 2 കൂദാശകൾ, തിരുപ്പട്ടം, വിവാഹം. ഒരു മനുഷ്യൻ്റെ ജീവിത അന്തസ്സിലേക്ക് ഒരു വ്യക്തി ഒരു ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അവനെ സഹായിക്കുന്നതാണ് തിരുപ്പട്ടവും വിവാഹവും. അതായത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള സവിശേഷമായ വിളിക്ക് ഒരു വ്യക്തിയെ സഹായിക്കുന്നത് വിവാഹം. അതോടൊപ്പം ദൈവം നൽകുന്ന കൈവപ്പിലൂടെ സഭാ ശുശ്രൂഷയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നതാണ് തിരുപ്പട്ടം. അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവനെ നയിക്കുന്നതാണ് കൃപാവരത്തിൻ്റെ ശക്തിയാണ് കൂദാശകൾ. അതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തിലെ ഈ കൂദാശകൾ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഈശോയുടെ സാന്നിധ്യം കൂദാശകളിലുണ്ടോ? അതോ ഇത് കുറേ പേര് ചേർന്ന് അല്ലെങ്കിൽ വൈദികനും കുറച്ച് പേരും ചേർന്ന് നടത്തുന്ന കാര്യമാണോ? അല്ല. ഓരോ കൂദാശയും പരികർമ്മം ചെയ്യുന്നത് ആരാണ്? ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം, രക്ഷാകരമായ സാന്നിധ്യം കൂദാശകളിൽ ഉണ്ട്. ഈശോയുടെ സാന്നിധ്യത്തിലാണ് ഓരോ കൂദാശയും പരികർമ്മം ചെയ്യപ്പെടുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്: ഇത്ര മഹത്തായ ജോലി നിർവഹിക്കുവാൻ മിശിഹ തൻ്റെ സഭയിൽ പ്രത്യേകിച്ച് ആരാധനാക്രമ സംബന്ധമായ കർമ്മങ്ങളിൽ സദാ സന്നിഹിതനാണ്. കുരിശിൽ സ്വയം അർപ്പിച്ച അവിടുന്ന് തന്നെയാണ് പുരോഹിത ശുശ്രൂഷയിലൂടെ ഇപ്പോൾ അതേ അർപ്പണം നടത്തുന്നത്. പ്രത്യേക വിധത്തിൽ ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിൽ അവിടുന്ന് സന്നിഹിതനാണ്. സ്വശക്തിയാൽ അവിടുന്ന് കൂദാശകളിൽ സന്നിഹിതനാകുന്നു. തന്മൂലം ഒരാൾ മാമോദീസ നൽകുമ്പോൾ മിശിഹ തന്നെയാണ് മാമോദീസ നൽകുന്നത്. അപ്പോൾ വൈദികൻ കൂദാശ പരികർമ്മം ചെയ്യുന്നു, പക്ഷേ അവിടെ മിശിഹ തന്നെയാണ് കൂദാശ നൽകുന്നത്. വിവാഹം എന്ന കൂദാശയിൽ 3 പേര് സന്നിഹിതരാണെന്ന് നമ്മളെ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. 3 പേര്. അതിൽ ഒരാളാരാണ്? വധുവും വരനും ഈശോയുമാണ്. ഈ 3 പേര് കൂടിച്ചേരുന്ന ഇടത്താണ് വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുപോലെ അനുരഞ്ജന കൂദാശ നമുക്കറിയാം. അനുരഞ്ജന കൂദാശയിൽ വൈദികൻ നമുക്ക് പാപമോചനം നൽകുന്നു. വൈദികനിലൂടെ ആരാണ് ആ കുമ്പസാരക്കൂട്ടിൽ സന്നിഹിതനായിരിക്കുന്നത്? ഈശോ തന്നെയാണ്. അനുദപിക്കുന്ന കുമ്പസാരത്തിൽ നമ്മൾ ചൊല്ലുന്ന വൈദികൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്: അനുദപിക്കുന്ന പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കൃപയാൽ നീ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നീ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കും. അത് ആരുടെ ശക്തിയാണ്? ഈശോയുടെ ശക്തിയാണ്. ഇതുപോലെ ഈശോയുടെ സജീവമായ സാന്നിധ്യം അനുഭവിക്കുന്ന, കൃപാവരം സ്വീകരിക്കുന്ന ഒരു മഹനീയമായ വേദിയായിട്ട് കൂദാശകൾ നിലകൊള്ളുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂദാശകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശകൾ, വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, ഇതെല്ലാം നമ്മൾ അടുക്കൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ കൃപാവരം ശക്തമായിട്ട് സ്വീകരിക്കുക. ആദ്യം പറഞ്ഞതുപോലെ ഈശോ നൽകുന്ന കൃപാവരം ഒരു ടാപ്പിലൂടെ നമുക്ക് എന്ന പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നുണ്ട്. പക്ഷേ മാലിന്യം അടിഞ്ഞു നിന്നാൽ അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഒക്കെ ഉള്ളെങ്കിൽ ഒരിക്കലും അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഈ കൂദാശകളുടെ പ്രാധാന്യം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ മനസ്സിലാക്കി അടുത്ത ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ ഓരോരോ കൂദാശകളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ ഈ കൂദാശ ക്രൈസ്തവ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നിധികളാണ്. ഈശോയെ സ്വീകരിക്കുവാൻ, ഈശോയിലേക്ക് വളരുവാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് ഈ ഓരോ കൂദാശകൾ എടുത്തിട്ട് ഓരോ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ കൂദാശകൾ എത്രമാത്രമാണ് നമ്മെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ ഒരു വ്യക്തിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ സഹായിക്കുന്ന കൂദാശ അതെങ്ങനെ സഹായിക്കുന്നു, പിന്നെ അടുത്ത ഘട്ടത്തിൽ സഹായിക്കുന്ന കൂദാശ, അങ്ങനെ നമ്മളൊരു ചാർട്ട് തയ്യാറാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയാലും മതി.
ഒരു വ്യക്തിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കൂദാശകൾ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചാർട്ടായിട്ട് നിങ്ങൾ എഴുതി ഒന്ന് സൂക്ഷിക്കുക. റെഡിയാണോ? ചെയ്യാമോ? ചെയ്യും. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം നമ്മൾ കൂദാശകളൊക്കെ സ്വീകരിച്ച് വലിയ വിശുദ്ധിയിലേക്ക് വളരേണ്ട മക്കളാണ്. സഭയ്ക്ക് നിങ്ങളെക്കുറിച്ച് വളരെ നല്ല വ്യക്തമായ പ്ലാനുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ കൂദാശകൾ സ്വീകരിച്ച് ദൈവവചനത്തിൽ ആഴപ്പെട്ട് വളരുന്ന മക്കളാണ് നാളെ സഭയുടെ നല്ല വക്താക്കളായിട്ട് മാറുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ കൂദാശകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കി കൂദാശകളുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി ജീവിക്കുവാൻ, കൂദാശകൾ അനുദിനം സ്വീകരിച്ച് ശക്തി പ്രാപിക്കുന്ന അങ്ങയുടെ രക്ഷയിൽ പങ്കുകാരാകുന്ന മക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ആഴപ്പെട്ട് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി അങ്ങൊരുക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങിടപെടുന്ന ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കി ജീവിക്കുവാൻ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വ്യക്തമായ ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.